നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ. ഇതിനു മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും മാച്ച് ആയിക്കൊള്ളണമെന്നില്ല. ഇത് റെസണേറ്റ് ആവുന്നവർ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക, ബാക്കിയുള്ളതെല്ലാം വിട്ട് കളയുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക, അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അവരെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. Five of Cups, Nine of Swords, King of Pentacles, Ace of Swords, Seven of Pentacles. Chariot. ഇവിടെ അവരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഒരു മിസ്സിങ് എനർജിയാണ് ഇപ്പം അവർക്കുള്ളത്. അവർ എന്തോ ഒരു കാര്യത്തിൽ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം, അത് അവരുടെ ജോബിൻ്റേതാവാം കരിയറാവാം, എന്തോ ഒരു കാര്യത്തിൽ അവർ നല്ലപോലെ എഫേർട്ട് ഇട്ട് നല്ല സക്സസ് ആവുമെന്ന് വിചാരിച്ചൊരു കാര്യത്തിൽ അവർക്കൊരു ലോസ് സംഭവിച്ചതായിരിക്കാം. ചിലപ്പം ഈ മിസ്സിങ് കാണുന്നത് അവർക്കൊരു ലോസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. അതവരുടെ കരിയറിൽ അവർ ഒരുപാട് ആഗ്രഹിച്ച എന്തോ ഒരു സംഭവമാണ്, അത് അവർക്ക് നഷ്ടമായി എന്നുള്ളൊരു ഇതിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. അവർക്ക് ഒരുപാട് വിഷമമുണ്ട്, ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു നഷ്ടം വല്ലാതെ അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവരൊരുപാട് ആഗ്രഹിച്ച് ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു സംഭവമാണ് അത്. മുന്നോട്ട് അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു സംഭവം അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അതിലവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഒന്നുകിൽ അത് അവരുടെ കരിയർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാകാം, അല്ലെങ്കിൽ ജോബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ നല്ലപോലെ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തെടുത്തുനിന്ന് അവർക്ക് നിങ്ങളുടെ റിലേഷൻ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവാം, ചിലപ്പം അതിൻ്റെ ആവാം ഒരു മിസ്സിങ് എനർജി കാണിക്കുന്നത്. അവരിപ്പം വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. അവർക്ക് മുന്നോട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്നുണ്ട്. അവരത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അവർ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട്. അതൊന്നും ഇപ്പം തൽക്കാലം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിലും അല്ലെങ്കിലും അവരിപ്പം ആ സ്നേഹമൊന്നും അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അവരിപ്പോൾ ഒരു വല്ലാത്തൊരു ലോസ് ആയിട്ടുള്ളൊരു ഫീലിങ്ങിലാണ് ഇരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ എനർജി അവരുടേത് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് ഏഞ്ചൽസ് എന്താ പറയുന്നതെന്നൊന്ന് നോക്കാം. ഇനി നിങ്ങളുടെ ഈ സിറ്റുവേഷനെ കുറിച്ച് ഏഞ്ചൽസ് എന്താ പറയുന്നതെന്നൊന്ന് നോക്കാം. ബിഗ് ഹാപ്പി ചേഞ്ചസ്. ഏഞ്ചൽസ് പറയുന്നത് ഈ സിറ്റുവേഷൻ മാറി ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമെന്നാണ് പറയുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് പറയുന്നത്. ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക, പിണങ്ങോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യത്തിൽ അവർ നിങ്ങളെ വേദനിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ
ലൈഫിലേക്ക് ബിഗ് ഹാപ്പി ചേഞ്ചസ് വരുന്നുണ്ട്. ആ സിറ്റുവേഷനെല്ലാം മാറുമെന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നല്ല ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ ക്ലിയറായിട്ട് പറയാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇനി പേഴ്സണ് നിങ്ങളോട് പറയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. അവർ നിങ്ങളോട് പറയാൻ വേണ്ടി, മനസ്സിൽ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഐ ആം നോട്ട് അവൈലബിൾ. അവരിപ്പം അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. ഐ ആം സോ അട്രാക്റ്റഡ് ടു യു. അവർ നിങ്ങളുടെ അടുത്തേക്ക് വളരെ അധികം അട്രാക്റ്റഡ് ആകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഐ വാണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങളോട് പറയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങളോട് പറയണമെന്ന്. ഐ വാണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. അവർക്ക് ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിലും കുറച്ചും കൂടി മുകളിലേക്കുള്ള റിലേഷനായിട്ട് വേണമെന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.